ഹായ് എവരിവൺ. 8 വർഷമായി നമ്മൾ കാത്തിരിക്കുന്ന ആ ഒരു വിധി ഇന്നാണ് വരാനിരിക്കുന്നത്. പൊന്നു പ്രേക്ഷകരെ, നമ്മുടെ ലാലേട്ടന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, മമ്മൂട്ടിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതിനുശേഷം നടിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണ് ഇവർ പറയുന്നത് അത് ഞാനിപ്പോൾ സൈഡിൽ വെച്ച് തരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. ഇവിടെ അതിജീവിതക്കായാലും നീതി കിട്ടണം, ദിലീപിനായാലും നീതി കിട്ടണം. ഇത് എങ്ങനെയെന്നല്ലേ, ഇപ്പോൾ ദിലീപിൻ്റെ എല്ലാ ഇൻ്റർവ്യൂവിലും ദിലീപ് പറയുന്നത് ഞാൻ കുറ്റം ചെയ്തിട്ടില്ല, എനിക്കെതിരെ ചുമത്തിയതാണെന്നാണ്. ഒരു സൈഡിൽ അതിജീവിത പറയുന്നത് ദിലീപാണ് കൊട്ടേഷൻ കൊടുത്തത് എന്നാണ്. ഞാൻ പറയുകയാണ്, ദിലീപ് ഇവിടെ, അതായത് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കണം, അഥവാ ദിലീപ് അങ്ങനെ ഒരു കൊട്ടേഷൻ കൊടുത്തിട്ടില്ല, അതിജീവിതയെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞ് പറ്റിച്ചതാണ്. അങ്ങനെയാണെങ്കിലും ഇവിടെ ദിലീപിനും നീതി കിട്ടണം. ഒരു കാര്യം പറയുകയാണ്, നമുക്ക് ആർക്കും സംശയമില്ല, അതിജീവിത പീഡിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു റൂമിൻ്റെ അകത്ത് പൾസർ സുരി എന്ന് പറയുന്ന ആ ഒരു ക്രൂരനായ മനുഷ്യൻ അതിജീവിതയെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയും. അപ്പോൾ കോടതി ഇപ്പോൾ ദിലീപ് കുറ്റക്കാരന് അല്ല എന്ന് പറയുകയാണെങ്കിൽ ആരാണ് ഇതിൻ്റെ പിറകിൽ, ആരാണ് പൾസർ സുനിയോട് പറഞ്ഞത്, കോടതിക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ എന്തായാലും ഇവിടെ അതിജീവിതക്ക് നീതി കിട്ടും, അതുറപ്പാണ്. ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ദിലീപിനും നീതി കിട്ടണം. ആരും ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കരുത് എന്ന് ഞാൻ പറയുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നായിട്ട് നോക്കാം. ആദ്യം എന്താണ് നടിക്ക് പറയാനുള്ളത് അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, അൺഫോർച്ചുനേറ്റ് ആയിട്ടൊരു കാര്യം എൻ്റെ ലൈഫിലുണ്ടായി. അത് ഞാൻ അപ്പം തന്നെ കംപ്ലൈൻറ്റ് ചെയ്തു. അതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേൾക്കേണ്ടി വന്നു. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു കഥയാണെന്ന് വരെ ഞാൻ കേൾക്കേണ്ടി വന്നു. സോ അതൊക്കെയെന്ന് വെച്ചാൽ ഭയങ്കര, ഒരാൾക്കും ഇതൊന്നും ഉണ്ടാവരുത്. അതായത് നമ്മുടെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടായി നമ്മൾ എഴുന്നേക്കാൻ നോക്കുമ്പോൾ പിന്നെയും അടിച്ച് താഴെ ഇടുകയാണ്. അത് ഭയങ്കര ആ ഒരു സമയം എന്ന് പറയുന്നത് എനിക്കറിയില്ല. ഇപ്പം എനിക്ക് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ എങ്ങനെ അത് ഓവർകം ചെയ്തത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്കിപ്പോഴും അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ അത് ഒരാൾക്ക് ഞാൻ ഓക്കെ ഇങ്ങനെ ചെയ്താൽ നിങ്ങളത് ഓക്കെ ആയിരിക്കും എന്ന് എനിക്ക് പറയാൻ അറിയില്ല. അത് ഓരോരുത്തരുടെ ലൈഫിലും എനിക്ക് തോന്നുന്നു അവർ ഓരോരുത്തർ അങ്ങനത്തെ ഓരോ എക്സ്പീരിയൻസസ് വരുമ്പോൾ നമ്മൾ തനിയെ പഠിക്കുന്നതാണ്. അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഞാൻ തന്നെ ഫൈറ്റ് ചെയ്തേ പറ്റൂ. അല്ലാതെ ഞാൻ ഇനി കോടതിയിൽ പോലെ എനിക്ക് വേറെ നിങ്ങൾ പൊക്കോളൂ എന്ന് എനിക്ക് പറയാൻ പറ്റും. പൊന്നു പ്രേക്ഷകരെ, ഇവിടെ നടിയുടെ വാക്ക് കേട്ട് എനിക്ക് പേഴ്സണലി ഫീലിംഗ് ആണ് തോന്നുന്നത്. നടിയുടെ ഭാഗമാണ് ശരിയെങ്കിൽ നടി പീഡിപ്പിക്കപ്പെട്ടു, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ കാര്യത്തിൽ ഒരു കാര്യം പറയുകയാണ്, ആരാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചത് കോടതിക്ക് അറിയാൻ പറ്റുമല്ലോ. കോടതി 8 വർഷമായി നിരീക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് ആരാണ് ഇതിൻ്റെ പിന്നിൽ ദിലീപാണെങ്കിൽ ദിലീപിനെ ശിക്ഷിക്കണം, അങ്ങനെ തന്നെ ഞാൻ പറയുകയാണ്. അല്ലാതെ ദിലീപ് കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ ദിലീപിന്, അതായത് ഈ പറയുന്ന നടിയോട് ആരെങ്കിലും പറഞ്ഞ് പറ്റിച്ചതാണെങ്കിൽ ദിലീപിനും ഇവിടെ നീതി കിട്ടണമെന്ന് പറയുകയാണ് പൊന്നു പ്രേക്ഷകരെ. അപ്പോൾ ഞാൻ ഇന്നലെ മറ്റേ ന്യൂസ് 18 ഒരു പോസ്റ്റ് കാണാനിടയായി, മമ്മൂട്ടി ദിലീപിനെ സഹായിച്ചു എന്ന് പറഞ്ഞിട്ട്. ഞാൻ കുറേ അന്വേഷിച്ച് എന്തെങ്കിലും ഇതിൽ സത്യമുണ്ടോ എന്ന്. അപ്പോഴാണ് നമ്മുടെ മോഹൻലാൽ, നമ്മുടെ ലാലേട്ടനും മമ്മൂട്ടിയും ഈ കേസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് ഞാനിപ്പോൾ സൈഡിൽ വെച്ച് തരാം. അതായത് ഇങ്ങനെ പറഞ്ഞത്, മമ്മൂട്ടി ദിലീപിനെ സഹായിച്ചു എന്ന് പറഞ്ഞത് അതിജീവിതയുടെ വക്കീലാണ്. ഓക്കെ, അതായത് ആക്രമിക്കപ്പെട്ട നടിയുടെ വക്കീലാണ്. ആ വക്കീൽ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ കൊണ്ടുവന്നത്. അതായത് ദിലീപിന് എവിടെയും സപ്പോർട്ട് കൊടുക്കുന്നില്ല. നമുക്ക് ആദ്യം ലാലേട്ടൻ എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, അതിനുശേഷം മമ്മൂട്ടിക്ക് പറയാനുള്ളത് ഞാൻ വെച്ച് തരാം. നമ്മൾ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് ഏറ്റ ആഘാതത്തിൻ്റെ കൂടെ തന്നെയാണ്. അപ്പോൾ അമ്മയിലുള്ള 2 മെമ്പർമാരുമാണ്. അദ്ദേഹത്തിൻ്റെ ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ ഇപ്പം ഞങ്ങൾക്ക് പറ്റുള്ളൂ. അല്ലാതെ കാര്യം നമുക്ക് ആർക്കും അറിയാത്തൊരു കാര്യത്തിനെക്കുറിച്ച് നമ്മൾ എങ്ങനെ സംസാരിക്കും? അതൊരു കോടതിയിൽ നിൽക്കുന്നൊരു കാര്യമാണ്. ഇതിൻ്റെ പുറകിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ആധികാരികമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. അല്ല, തീർച്ചയായിട്ടും ഇപ്പോൾ അദ്ദേഹം പുറത്ത് തന്നെയാണ്. കാര്യം പുള്ളി ഇതിലേക്ക് വരുന്നില്ലെന്നുള്ളൊരു എഴുത്ത് തന്ന സ്ഥിതിക്ക് അദ്ദേഹം പുറത്ത് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് തീരുമാനം. 2 രീതിയിലും അങ്ങനെ അതിനെ കണക്കാക്കാം. കാര്യം സാങ്കേതികമായിട്ട് അദ്ദേഹം വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു, നിയമപരമായിട്ട് അപ്പം മാറിക്കഴിഞ്ഞു. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വരണമെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വരുന്നില്ല എന്നുള്ള സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതിപ്പോൾ നിൽക്കുന്നത്. മരവിപ്പിച്ച സ്ഥിതിക്ക് നമ്മൾ വീണ്ടും ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനെ തിരിച്ചാകാം എന്ന് ആൾക്കാർ പറയുകയും അദ്ദേഹം വരുന്നില്ലെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പുറത്ത് തന്നെയാണ്. ഇത് എന്തറിയോ, ഞങ്ങൾക്ക് വളരെയധികം സങ്കടം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. ആ കുട്ടിക്ക് ഇങ്ങനൊരു ഉണ്ടായ ശേഷം തീർച്ചയായിട്ടും അമ്മയിലെ ഒരുപാട് പേര് അവരുടെ അടുത്ത്, കാര്യം അവരുടെ അച്ഛൻ മരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അതിന് കഴിഞ്ഞിട്ടോ അവർക്ക് ഈ ഉണ്ടായ സമയത്തോ എല്ലാം എപ്പോഴും അവരെ നമ്മുടെ അമ്മയുടെ ഭാഗത്തു നിന്ന് പറ്റുന്ന സഹായങ്ങളോ കാര്യങ്ങളോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ശരിക്കും കൂടുതലും സ്ത്രീകളുടെ ഭാഗത്തു നിന്നാണ് അതുണ്ടാകേണ്ടത്. അവർ തീർച്ചയായിട്ടും ഇപ്പം ലളിത ചേച്ചി ഒരുപാട് പേര് അവരെ വിളിക്കുന്നുണ്ട്, കാര്യങ്ങളുണ്ട്. പിന്നെ അവരുടെ ജീവിത രീതി മാറി, അവർ കല്യാണം കഴിച്ചു, അവർ കർണാടകയിൽ പോയിരിക്കുകയാണ്. ഇപ്പോൾ വളരെ അടുത്ത കാലത്ത് തന്നെ എൻ്റെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പോകുന്ന ഒരു മസ്കറ്റിലെ ഫംഗ്ഷന് ഞങ്ങൾ വിളിച്ചതാണ് അവരെ.
കാര്യം നിങ്ങൾ മാറി നിൽക്കേണ്ട ആളല്ല, നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം തന്നെയാണ്, നിങ്ങൾ ആ ഫംഗ്ഷനിൽ വരും. പക്ഷേ അവരതിൽ നിന്ന് താല്പര്യപ്പെട്ടില്ല. അല്ലാതെ അവരെ നമ്മൾ മാറ്റി നിർത്തിയൊന്നുമല്ല. നമുക്ക് പിന്നെ ഇതൊരു കേസും കാര്യങ്ങളോ നിയമപരമായിട്ട് നമുക്കൊന്നും അവരെ സഹായിക്കാൻ നമുക്കറിയില്ല. അല്ലാതെ എല്ലാവിധ സഹായങ്ങളും എന്ന് വേണേലും അവർക്ക് എപ്പോൾ വേണേലും ചെയ്തു കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് നമ്മൾ. പക്ഷേ 4 പേരെന്ന് പറയുന്നതിൽ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഇന്നും നോക്കിയപ്പോൾ ഇവർ 2 പേരെ രാജി കത്ത് തന്നിട്ടുള്ളൂ, ഭാവനയും രമ്യ നമ്പീശനും. മറ്റ് 2 പേരുടെയും രാജി ഞാൻ അവിടുന്ന് 11:30 മണി വരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പിന്നെ രാജി പിൻവലിച്ച് തിരിച്ച് വരികയാണെങ്കിൽ സ്വീകരിക്കുമോ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. വീണ്ടും ഒരു ജനറൽ ബോഡിയിൽ കാര്യം ഇത് 484 പേരുടെ ശബ്ദമാണ്. അപ്പോൾ ഒരാൾ ഇത് ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. അവർ പിന്നെ ഇഷ്ടമുള്ളപ്പോൾ രാജിവെക്കുക, അപ്പോൾ ശരി എന്നാൽ തിരിച്ചെടുക്കുക എന്നുള്ളതല്ലല്ലോ. അവർ രാജിവെച്ച കാര്യങ്ങൾ എന്താണെന്ന് അവർ പറയണം. അതിന് ഞങ്ങൾക്ക് മറുപടി ഉണ്ടാകും. അതൊക്കെ പറഞ്ഞതിന് ശേഷം അവർ ജനറൽ ബോഡിയിൽ അവർ പറയുകയാണ് ഇങ്ങനെ ഞങ്ങൾക്ക് തിരിച്ച് വരണമെന്നൊരു പറയുകയാണെങ്കിൽ നമ്മൾ ജനറൽ ബോഡിയിൽ പറയും അവരിങ്ങനെ പറഞ്ഞിരുന്നു, എന്നിട്ട് എനിക്കൊരു അഭിപ്രായം. ഞാൻ നേരത്തെ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ ആ സ്ത്രീയുടെ ഒപ്പമാണ്. കാര്യം അത് ഇപ്പോൾ ഈ നടി അല്ലെങ്കിലും ഇത്തരം കാര്യങ്ങൾ വളരെ ക്രൂരമായ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയിലായതുകൊണ്ട് മാത്രമാണ് ഇത് വളരെ മുഴച്ചു നിൽക്കുന്നത്. തീർച്ചയായിട്ടും നോക്കൂ, ഇവിടെ ലാലേട്ടൻ പറയുകയാണ് ഞാൻ ആ സ്ത്രീക്കൊപ്പമാണ്. പൊന്നു പ്രേക്ഷകർ, നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതായത് ഇത് 7 വർഷം മുമ്പത്തെ ഒരു വീഡിയോ ആണ്. ഞാൻ ഇതിപ്പോൾ കൊണ്ടുവന്നു. അതായത് അതിജീവിതയുടെ വക്കീൽ പറയുകയാണ് ലാലേട്ടനും മമ്മൂട്ടിയും ഒക്കെ ദിലീപിന് സപ്പോർട്ട് കൊടുത്തു എന്നാണ്. അല്ല, അതായത് ഈ കേസ് വരുന്ന സമയത്ത് തന്നെ അമ്മ എന്ന് പറയുന്ന വലിയ ഒരു ഗ്രൂപ്പിൽ നിന്ന്, സിനിമയുടെ അമ്മ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, അതിൽ നിന്ന് ദിലീപിനെ പുറത്താക്കുകയാണ്. അതിനെ തുടർന്ന് അതിജീവിതയും സ്വയം രാജിവെക്കുകയാണ്. ആ കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞത്. അതായത് ലാലേട്ടനും മമ്മൂട്ടിയും എവിടെയും ദിലീപിന് സപ്പോർട്ട് കൊടുത്തിട്ടില്ല. മമ്മൂട്ടി മോഹൻലാലിന്റെ ഫേസ് കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ വേദന തോന്നി. നിസ്സഹായമായിട്ട് എന്ത് ചെയ്യണം. അപ്പോൾ ഞങ്ങളൊക്കെ ഇരിക്കുകയാണ്, മമ്മൂട്ടിയുടെ വീട്ടിലാണ്. മോഹൻലാലും മമ്മൂട്ടിയും പറയുന്നുണ്ട് നമുക്ക് അത് സസ്പെൻഡ് ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മോഹൻലാൽ ചോദിക്കും, മമ്മൂട്ടിയും ചോദിക്കും. പക്ഷെ അതിൽ ചിലർ പറ്റില്ല, ഇപ്പൊ തന്നെ നമുക്ക് ആക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞിട്ട് വാദിച്ച ഒരാൾക്കാരുണ്ട്. അപ്പൊ ആ സമ്മർദ്ദത്തിന്റെ ഒക്കെ ഫലമായിട്ടാണ് ദിലീപിനെ അന്ന് പുറത്താക്കിയത്. മമ്മൂട്ടി മോഹൻലാലിന്റെ ഫേസ് കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ വേദന തോന്നി. നിസ്സഹായമായിട്ട് എന്ത് ചെയ്യണം. അപ്പോൾ ഞങ്ങളൊക്കെ ഇരിക്കുകയാണ്, മമ്മൂട്ടിയുടെ വീട്ടിലാണ്. മോഹൻലാലും മമ്മൂട്ടിയും പറയുന്നുണ്ട് നമുക്ക് അത് സസ്പെൻഡ് ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മോഹൻലാൽ ചോദിക്കും. ഓക്കെ, നമുക്ക് എന്തായാലും ദിലീപിനെ 8 വർഷം മുമ്പ് അമ്മയിൽ നിന്ന് പുറത്താക്കിയതിനെ കുറിച്ച് മമ്മൂട്ടി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തിനാണ് ഇതൊക്കെ ഇപ്പോൾ കൊണ്ടുവരുന്നത്? ഇന്നലെയാണ് അതിജീവിതയുടെ വക്കീല് പറഞ്ഞത് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ദിലീപിന് സപ്പോർട്ട് കൊടുക്കുന്നു എന്ന്. അതൊക്കെ ഇല്ലാത്ത വക്കീലിൻ്റെ കയ്യിൽ പ്രൂഫ് ഉണ്ടെങ്കിൽ ഓക്കെ, ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ഇല്ലല്ലോ, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരിക്കലും സപ്പോർട്ട് കൊടുത്തിട്ടില്ല. ഓക്കെ, എന്താണ് മമ്മൂട്ടി പറയുന്നത്? നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. സ്ഥിതിക്ക് ദിലീപിനെതിരെ ഇങ്ങനൊരു കേസ് വന്നതുകൊണ്ടും അദ്ദേഹത്തിന് പേരിൽ കേസ് ചാർജ് ചെയ്തുകൊണ്ടും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടും ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അദ്ദേഹത്തിനെ അമ്മയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കാനും അദ്ദേഹത്തിന്റെ അംഗത്വം റദ്ദാക്കുവാനുമാണ് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. കൂടുതൽ വിശദീകരണം അല്ലെങ്കിൽ വിശദമായ ഒരു എക്സിക്യൂട്ടീവ് ഉടനെ ഞങ്ങൾ കൂടുന്നതും മേലോട്ടുള്ള മുൻപോട്ടുള്ള നടപടികൾ എന്താണെന്ന് ആലോചിക്കുകയും ചെയ്യും. ഇതുവരെ ഞങ്ങളുടെ ഇരയാക്കപ്പെട്ട സഹോദരിയുടെ ഒപ്പമായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമാണ്. ഞങ്ങൾ ഇനിയും ഇരയാക്കപ്പെട്ട ഞങ്ങളുടെ സഹപ്രവർത്തകയും സഹോദരിയുമായ ഇരയുടെ ഒപ്പമായിരിക്കും. ഞങ്ങളുടെ സർവാത്മനായുള്ള പിന്തുണ സഹോദരിക്ക് നൽകിയിട്ടുണ്ട്. ഞങ്ങൾ പ്രതിഷേധിക്കുകയും പ്രതിഷേധ യോഗം കൂടുകയും വ്യക്തിപരമായിട്ടും അല്ലാതെയും ഈ കേസുമായിട്ട് ഞങ്ങൾ സഹകരിക്കുകയും അതിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. പൊന്നു പ്രേക്ഷകരെ, കേട്ടോ നിങ്ങൾ, എവിടെയാണ് ദിലീപിന് മമ്മൂട്ടി സപ്പോർട്ട് കൊടുത്തത്? സോഷ്യൽ മീഡിയ വഴി ഞാൻ കുറേ അന്വേഷിച്ചു, ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ വേറെ പൈസയുടെ കാര്യത്തിലോ വക്കീലന്മാരുടെ കാര്യത്തിലോ സപ്പോർട്ട് കൊടുത്തൊന്നും ഞാൻ പേഴ്സണലി അറിയില്ല. അതായത് അതിജീവിതയുടെ വക്കീൽ അങ്ങനെ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയുമായി വന്നത്. പൊന്നു പ്രേക്ഷകരെ, ആസിഫ് അലി ആ സമയത്ത് എന്താണ് പറഞ്ഞത് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, ദിലീപേട്ടൻ്റെ കൂടെ അഭിനയിക്കില്ല എന്ന് പറഞ്ഞതിനെ പറ്റിയിട്ട് ഇപ്പോൾ ഭയങ്കര മോശമായിട്ടുള്ള ഒരുപാട് റിവ്യൂസ് വരുന്നുണ്ട്. അത് ഞാൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ അത് അറസ്റ്റ് ചെയ്തു എന്നുള്ള ന്യൂസ് കേട്ടതിൻ്റെ റിയാക്ഷനാണ് അന്ന് അവിടെ കണ്ടത്. അത് ശരിക്കും ജെനുവിനായിട്ടുള്ള റിയാക്ഷനാണ്. ദിലീപേട്ടൻ പേഴ്സണലി അദ്ദേഹത്തിൻ്റെ പേര് വരരുതെന്ന് ഒരുപാട് ആഗ്രഹിച്ച ആളാണ് ഞാൻ. എനിക്ക് എൻ്റെ ഒരു വെൽവിഷർ കൂടെയാണ് അദ്ദേഹം.
ഞാനത് എൻ്റെ അടുത്ത് ചോദിച്ചതിന് വളരെ കൃത്യമായിട്ടുള്ളൊരു മറുപടിയാണ് പറഞ്ഞത്. ഇന്നും ആ കേസ് തെളിയിക്കുന്നത് വരെ ദിലീപേട്ടൻ്റെ കൂടെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ കൂടെ തന്നെയാണ് ഞാനും ഉള്ളത്. പക്ഷേ ഈ പറഞ്ഞ പോലെ വിക്ടിമായ ആളും എൻ്റെ അടുത്ത സുഹൃത്താണ്. ആ വിഷമം ഞാൻ നേരിട്ട് കണ്ടതാണ്. അപ്പോൾ അത് ചെയ്തത് ആരാണെങ്കിലും അതിന് അർഹിക്കുന്ന ശിക്ഷ ലഭിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും. അപ്പോൾ ആസിഫ് അലിക്ക് പറയാനുള്ളത് ഇതാണ്. പൊന്നു പ്രേക്ഷകരെ, ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അതായത് കുറ്റം ചെയ്തവരാണെങ്കിൽ പെണ്ണിന് നീതി കിട്ടണം. ഓക്കെ, അതിജീവിതക്ക് നീതി കിട്ടണം, ആക്രമിക്കപ്പെട്ട പെണ്ണിന് നീതി കിട്ടണം, അങ്ങനെ തന്നെ ഞാൻ പറയുകയാണ്. പക്ഷേ കിട്ടണം, കറക്റ്റായിട്ടുള്ള രീതിയിൽ കിട്ടണം. നമുക്കെല്ലാവർക്കും അറിയാം, നടി ആക്രമിച്ചിട്ടുണ്ട്. അതായത് രാത്രി സമയത്ത് പൾസർ സുനിയും സംഘവും നടിയെ ആക്രമിച്ചിട്ടുണ്ട്. ഇതിൽ ദിലീപിന് പങ്കുണ്ടോ? അല്ലെങ്കിൽ പൾസർ സുനി കാമഭ്രാന്തോട് കൂടിയാണോ, സ്വയം ഇഷ്ടത്തിലാണോ നടിയെ ആക്രമിച്ചത്? അല്ലെങ്കിൽ പൾസർ സുനിയുടെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? ദിലീപ് എങ്ങനെയാണ് ഈ കേസിൽ വന്നത്? അതൊക്കെ കോടതി മനസ്സിലാക്കിയിട്ട് ദിലീപ് അല്ല പൾസർ സുനിക്ക് കൊട്ടേഷൻ കൊടുത്തത് എന്ന് കോടതിയിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ ദിലീപിന് നീതി കിട്ടണം. ഇവിടെ അതിജീവിതക്ക് നീതി കിട്ടും, അതുറപ്പാണ്. പൾസർ സുനിയാണ് പീഡിപ്പിച്ചത്, പൾസർ സുനിക്ക് അതിൻ്റെ ശക്തമായ ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും. പക്ഷേ ദിലീപിന് ഇതിൽ പങ്കുണ്ടോ എന്നാണ് നമ്മൾക്കറിയേണ്ടത്. പൊന്നു പ്രേക്ഷകരെ, ദിലീപ് അതായത് ജയിലിൽ നിന്ന് വന്ന സമയത്ത് ഇപ്പോൾ എത്രയോ സിനിമാ കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ, അതിൽ എല്ലാ ഇൻ്റർവ്യൂവിലും കേസിനെ കുറിച്ച് ദിലീപിനോട് ചോദിക്കഴിഞ്ഞാൽ ദിലീപ് പറയുകയാണ്, അതിജീവിതക്ക് തെറ്റ് പറ്റിയതാണ്, എൻ്റെ പേര് വെറുതെ കൊടുത്തതാണ്, പൾസർ സുനിയും സംഘവും എൻ്റെ പേര് ഇട്ടതാണ്, അതിനുശേഷം എന്നെ ഇല്ലാതാക്കാൻ വേണ്ടി കുറേ പേര് കളിച്ചതാണെന്നാണ് ദിലീപ് പറയുന്നത്. ദിലീപ് പറയുന്നതെല്ലാം തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അഖിൽ മാരാരുടെ ഒരു ഇൻ്റർവ്യൂവിൽ അഖിൽ മാരാർ ഒരു കാര്യം പറയുന്നത് ഞാൻ കണ്ടു. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, പൾസർ സുനിയും ഈ പറയുന്ന ദിലീപും ഒരുമിച്ച് ഈ കേസ് നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കൊട്ടേഷൻ കൊടുക്കുന്ന സമയത്തോ ഒരുമിച്ച് ഒരു സെൽഫി കണ്ടു എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ അഖിൽ മാരാർ പറയുകയാണ്, 1 കിലോമീറ്റർ ദൂരമായിരുന്നു ദിലീപ് ഉള്ളത്, AI സഹായത്തോടെയാണ് ആ ഫോട്ടോ നിർമ്മിച്ചത്, അത് തെളിഞ്ഞു നോക്കിയാണ് അഖിൽ മാരാർ പറഞ്ഞത്. അഖിൽ മാരാർ കള്ളൊന്നും പറയില്ല. ഓക്കെ, ഇല്ലാത്ത അഖിൽ മാരാർ സത്യത്തിനൊപ്പം നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അഖിൽ മാരാറടക്കം ദിലീപിനൊപ്പമാണ് നിൽക്കുന്നത്. അതുകൊണ്ട് സത്യം ഒരുപക്ഷെ ദിലീപിൻ്റെ ഒപ്പവും ഉണ്ടാവും. ഒരുപക്ഷെ ഈ പറയുന്ന അതിജീവിതയെ വേറെ ആരെങ്കിലും പറഞ്ഞ് പറ്റിച്ചതാണെങ്കിലോ ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയും വരും. ഇപ്പോൾ പെണ്ണുങ്ങൾക്ക് ബുദ്ധി ഇല്ല എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഒരുപക്ഷെ ദിലീപ് ഈ കേസിലെ ഉണ്ടാവില്ല. ദിലീപ് എന്ന് പറയുന്ന മനുഷ്യനെ ആ സമയത്ത് കേസാവുന്ന മനുഷ്യന് ടോപ്പ് 1 ആയിരുന്നു. ഇപ്പോൾ നിലവിൽ മമ്മൂക്കയുടെയും മോഹൻലാലിൻ്റെയും ഒപ്പം നിൽക്കേണ്ട ഒരു മനുഷ്യനായിരുന്നു ദിലീപ്. ആ ദിലീപാണ് ആ ഒരു കേസ് വന്നതുകൊണ്ട് ഇല്ലാതായത്. പൊന്നു പ്രേക്ഷകരെ, ദിലീപ് എങ്ങാനും കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇനി എത്ര വർഷം ദിലീപ് ജീവിക്കുന്നു? ദിലീപിൻ്റെ കാലമായിരിക്കും. ഓക്കെ, അത് ഉറപ്പാണ്. ദിലീപിൻ്റെ അരിഞ്ഞാട്ടമായിരിക്കും. അതായത് ഈ പറയുന്ന ദിലീപ് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എല്ലാം അവസാനിച്ചു, കരിയർ അവസാനിച്ചു, ജയിൽ ജീവിതമാണ് പിന്നെ ഇതിന് അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നത്. സത്യം ജയിക്കട്ടെ, സത്യം കോടതി മനസ്സിലാക്കട്ടെ, അതിജീവിതക്ക് നീതി കിട്ടട്ടെ, ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ദിലീപിനും നീതി കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വിഷയത്തിൽ എന്താണ് നീതി, ആർക്കാണ് വിധി വരുന്നത്, അതിനെ തുടർന്ന് അടുത്ത വീഡിയോയുമായി ഞാൻ ഉടൻ വരാം. ഓക്കെ, ബൈ.